നമസ്കാരം. അയർലൻഡ് ഈ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച ഇതുവരെയുള്ള ചില പ്രധാന സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായി അയർലൻഡിൽ ഒരു മലയാളി മേയർ. താല സൗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറാണ് ബേബി പെരേപ്പാടൻ. ഈ മാസം ആദ്യം നടന്ന കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കുകയും തുടർന്ന് നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡബ്ലിൻ കൗണ്ടി കൗൺസിലർ ന്യൂ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ ബ്രിട്ടോ പെരേപ്പാടൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിലവിൽ അദ്ദേഹം താല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ കൂടിയാണ്. രണ്ടുപേർക്കും ലാൽസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഏറ്റവും പുതിയ മറ്റൊരു ന്യൂസ് പുറത്തു വരുന്നത് അയർലൻഡിൽ ജോലി, താമസം എന്നിവയ്ക്കായി ഒരൊറ്റ പെർമിറ്റ് എന്നുള്ളതാണ്. ഈ പെർമിറ്റ് ഉള്ളവരുടെ പങ്കാളിക്ക് വർക്ക് പെർമിറ്റ് ഇല്ലാതെ അയർലൻഡിൽ ജോലി ചെയ്യുന്നതിനുള്ള അവസരവും ഒരുങ്ങുന്നു. ഇതിൻ്റെ വിശദ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അയർലൻഡിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന അധ്യാപകർക്ക് 2000 യൂറോ ഇൻസെൻറ്റീവായി കൊടുക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ചിലവേറിയ രാജ്യങ്ങളിൽ അയർലൻഡ് രണ്ടാമതായി എത്തി എന്നുള്ളതാണ്. നിത്യോപയോഗ സാധനങ്ങളടക്കം എല്ലാത്തിനും പൊള്ളുന്ന വിലയാണ്. പ്രവാസികളായ നമുക്കാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. അയർലൻഡിലെ തൊഴിലാളികളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് നല്ല കാലം. അയർലൻഡിലെ തൊഴിലാളികളുടെ വരുമാനം ഈ വർഷവും അടുത്ത വർഷവും ഉയരും എന്ന് ESRI അഥവാ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇതാണ്. വ്യാജ റിക്രൂട്ട്മെൻറ്റിന് ഇരയായി ലക്ഷങ്ങൾ നഷ്ടപ്പെടുകയും വ്യാജ വർക്ക് പെർമിറ്റ് ഉപയോഗിച്ച് വിസ തരപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി 5 വർഷത്തേക്ക് വിലക്കേർപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നുള്ള 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് മൈഗ്രൻ്റ് നേഴ്സസ് അയർലൻഡ് അഥവാ MNIയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വിലക്ക് നീക്കിയതായി അറിയിച്ചുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികൾക്ക് എംബസിയിൽ നിന്നും മെയിൽ ലഭിക്കുകയും ചെയ്തു. അയർലൻഡിലെ അടുത്ത ആഴ്ചയിലെ മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.